ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിമ്പിൾ ഹിന്ദിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം आने वाले 15 अगस्त की विशेषता क्या है. भारत को 15 अगस्त में स्वतंत्रता मिली थी. അഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. भारत के कई वीर पुरुषों ने अपने जीवन त्याग कर अनेक प्रकार की कष्टदायें सहकर भारत के लिए आज़ादी का जो मंत्र है उसे पाने के लिए सफल हो गए हैं. ഇന്ത്യയിൽ ഒരുപാട് വീരന്മാർ തങ്ങളുടെ ജീവൻ ത്യജിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുമാണ് സ്വാതന്ത്ര്യമെന്ന മന്ത്രത്തെ നമുക്ക് വേണ്ടി നേടിത്തന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ വളരെ ആഘോഷപൂർവ്വം രാജ്യമാകെ ആഘോഷിക്കാറുണ്ട്, സ്കൂളിലും ആഘോഷിക്കാറുണ്ട്. तो आज यहाँ हम स्वतंत्रता दिवस पोस्टर कैसे बनाएंगे इसके बारे में पढ़ेंगे. സ്വതന്ത്രതാ ദിവസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. पिछले 2 क्लासों में हमने पढ़ा है പോസ്റ്റർ कितने प्रकार के हैं. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ് പോസ്റ്റർ എത്ര തരത്തിലുണ്ട്, संदेशात्मक പോസ്റ്റർ और कार्यक्रम പോസ്റ്റർ, संदेशात्मक പോസ്റ്ററും कार्यक्रम പോസ്റ്ററും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. तो यहाँ एक समारोह, एक प्रोग्राम होने वाला है സ്വതന്ത്രതാ ദിവസ് के संबंध में. ഇവിടെ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. तो हम बिना कोई शंका से बता सकते हैं. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു സംശയവും കൂടാതെ പറയാൻ പറ്റും, यहाँ जो पोस्टर बनाने जा रहे हैं या यहाँ जो पोस्टर हमें बनाना है, ഇവിടെ ഉണ്ടാക്കേണ്ട പോസ്റ്റർ किस प्रकार का पोस्टर होगा. ഇവിടെ ഉണ്ടാക്കേണ്ട പോസ്റ്റർ ഏത് തരത്തിലുള്ള പോസ്റ്റർ ആയിരിക്കും. जरूर वो कार्यक्रम पोस्टर होगा, है ना, प्रोग्राम ओरिएंटेड पोस्टर होगा. എന്തായാലും प्रोग्राम ओरिएंटेड ആയ ഒരു പോസ്റ്റർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. तो वो पोस्टर कैसे बनाएंगे ये पहले हम सीख. तो പോസ്റ്റർ बनाते समय अनेक बातों को ध्यान में रखना है. പോസ്റ്റർ ആക്കുന്നതിന് മുമ്പേ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. സ്വതന്ത്രതാ ദിവസ് 15 अगस्त, स्वतंत्रता दिवस വരുന്നത് अगस्त 15 ആണ്. तो हमारे पास तारीख मिल गया, डेट किटी. तो स्वतंत्रता दिवस के दिन जो इंडिपेंडेंस डे है, तो उसके दिन स्कूल हो या कोई कार्यालय, स्कूल ആകട്ടെ ഏതെങ്കിലും ഓഫീസ് ആകട്ടെ, जरूर झंडा फहराएंगे. झंडा फहराना എന്ന് പറഞ്ഞാൽ കൊടി ഉയർത്തുക അല്ലേ. झंडക്ക് മറ്റൊരു വേർഡുണ്ട്, ധ്വജ്. ओके, तो उन्नदंड. तो स्कूल में स्वतंत्रता दिवस को लेकर कई प्रकार के कार्यक्रम होंगे. स्कूल स्वातंत्र्य दिनവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാകും. तो ये सब हम क्या कर सकते हैं, हमारे पोस्टर के अंदर लिख सकते हैं या पोस्टर बनाते समय നമ്മൾ ഇതൊക്കെ പോസ്റ്ററുകൾ എഴുതാം. അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് പോസ്റ്റർ बनाते समय इन इस प्रकार के सारे चीजों को, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും उसमें शामिल करना चाहिए, അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. शामिल करना, ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. तो देखिए पोस्टर कैसे बनते हैं. तो देखिए ये एक पोस्टर का नमूना है. ഇതൊരു പോസ്റ്ററിന്റെ മോഡൽ അല്ലെ, മാതൃക മാത്രമാണ്. सारे पोस्टर इस प्रकार होना जरूरी नहीं है. എല്ലാ പോസ്റ്ററും ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമേ ഇല്ല. आप अपने मर्जी के अनुसार, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് पोस्टर ഉണ്ടാക്കാം. तो एक नमूना है, इस तरीके से इसमें आप बदलाव ला सकते हैं. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. तो सरकारी हाई स्कूल कोटयम, पहले क्या लिखना चाहिए, स्कूल का नाम लिखना चाहिए. वो किसी भी तरह का स्कूल हो, कोटयम की ज़रूरत नहीं है. आपको जो जगह पसंद है या अपना ही स्कूल का नाम लिख लो. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൻ്റെ പേര് എഴുതാം, നിങ്ങളുടെ തന്നെ സ്കൂളിൻ്റെ പേര് എഴുതാം. तो മെയിൻ ഹെഡിങ് സ്വതന്ത്രതാ ദിവസ് സമാരോഹം, അതൊരു മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് അതിനേക്കാൾ അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുന്നത് അങ്ങനെയും ചെയ്യാം. 15 अगस्त
2026. माफ़ कीजिए 24. ओके, 15 अगस्त 2024. ആഗസ്റ്റ് 15 2024. 24ഉം 26 തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. 24 24 26 26 കേട്ടോ. അതുകൊണ്ടാണ് അത് കറക്ഷൻ വരുത്തിയത്. ഒരു സൈഡിൽ കാണാം ധ്വജാരോഹൺ. എന്താ ഈ ധ്വജാരോഹൺ? ഫ്ലാഗ് ഹോസ്റ്റിംഗ്. നമുക്കറിയാം ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന്. സ്കൂളിലാകുമ്പോൾ वो हेडमास्टर ही होगा या उस स्कूल के सीनियर टीचर्स होगा. तो ध्वजारोहण, ध्वज मतलब ഫ്ലാഗ്, झंडा. तो ധ്വജാരോഹൺ ഹെഡ്മാസ്റ്റർ ചെയ്യുന്നു. സ്ഥാൻ സ്കൂൾ മൈതാൻ അല്ലെങ്കിൽ സ്കൂളിൻ്റെ എന്താ അസംബ്ലി ചെയ്യുന്ന നമ്മുടെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെയൊക്കെ വെക്കും. സമയം സുബഹ് 8:30 ബജെ. സമയം രാവിലെ 8:30. പിന്നെ ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ആഗസ്റ്റ് 15 ചെയ്യേണ്ടത്. കാര്യക്രമം, പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ചെയ്തിട്ടുണ്ട് അല്ലേ? ദേശഭക്തി ഗീതവും ആലാപൻ. ചിലപ്പോൾ അത് മത്സരമായിട്ട് വെക്കാം, അല്ലെങ്കിൽ ആ കൊടി ഉയർത്തലിന് ശേഷം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് വെക്കാം. സ്വതന്ത്രതാ പ്രശ്നോത്തരി, സ്വതന്ത്രതാ ദിവസ് പ്രശ്നോത്തരി, ഇനി അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സ്വതന്ത്രതാ സംഗ്രാം പ്രശ്നോത്തരി, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷൻ, ആ രീതിയിൽ വെക്കാം. ഫിലിം പ്രദർശൻ, സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫിലിം നമുക്ക് പ്രദർശിപ്പിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ? ഗാന്ധി എന്നൊക്കെ പേരുള്ള ഫിലിമുണ്ട്, അതൊക്കെ നമുക്ക് അതിൽ പ്രദർശിപ്പിക്കാം. तो कार्यक्रम इसी तरह से ही ना हो, दूसरी तरह से भी हो सकते हैं. ഇതുപോലെ തന്നെ പ്രോഗ്രാം എഴുതണമെന്നില്ല നിങ്ങൾ സ്കൂളിലേക്ക് ആക്കിക്കൊണ്ട് പോകുമ്പോൾ. മറ്റ് പ്രോഗ്രാമുകൾ വെക്കാം. ലേക്കിൻ वो സ്വതന്ത്രതാ ദിവസ് കണക്ട് होना चाहिए. പക്ഷെ അത് സ്വാതന്ത്ര്യ ദിവസവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം അതിൽ എഴുതേണ്ടത്. तो अंत में सबका स्वागत, അവസാനം എല്ലാവർക്കും സ്വാഗതം എന്ന് വെക്കും. तो आप समझ गए ना? അതുപോലെ ഇതിൽ ചിത്രം നിർബന്ധമില്ല. उसे अट्रैक्टिव बनाने के लिए ऐसा ही रखा है. അതൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് വെച്ചതാണ്. तो चित्र की जरूरत नहीं है. अगर आप चित्र खींचा जा सकते हैं, നിങ്ങൾക്ക് ചിത്രം വരക്കാൻ കഴിയുമെങ്കിൽ उसमें झंडा या कुछ उसमें खींचा जा सकता है. കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ऐड ചെയ്യാം. ना तो पूरे चित्र को हटाकर आप इस तरीके से अट्रैक्टिव तरीके से इसे लिख सकते हैं. ചിത്രങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് അട്രാക്റ്റീവായ രീതിയിൽ എഴുതിയാലും മതി. तो समझ गए ना? तो यही है स्वतंत्रता दिवस समारोह के आधार पर होने वाला एक പോസ്റ്റർ. സ്വതന്ത്രതാ ദിവസ സമാരോഹവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ചോദിച്ചാൽ ഇതൊരു ഔട്ട്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മാറ്റി എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ എഴുതിയിട്ട് വെക്കണമെന്നില്ല. ഓക്കെ, तो थैंक यू. हैप्पी इंडिपेंडेंस डे.